ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ജൂലൈ മാസം പിറന്നതിന് ശേഷം ജൂലൈ 1, അതുപോലെ ജൂലൈ 2, ജൂലൈ 3 ഈ 3 തീയതികളിലുള്ള ട്രേഡിംഗ് സെഷനിൽ FIIs പ്രധാനമായിട്ടും അവർ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയാം. എന്നാൽ ആ ഒരു നെറ്റ് സെല്ല് ചെയ്യുന്ന ഒരു എമൗണ്ട് വലിയൊരു എമൗണ്ട് അല്ല, ഒരു 2000-നും 1000-നും ഇടയ്ക്കുള്ള ഒരു എമൗണ്ടിലാണ് അവർ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് ജൂലൈ മാസം അവർ 5012 കോടിയുടെ നെറ്റ് സെല്ലിംഗ് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ 25,200-നും 25,800-നും ഇടയിലുള്ള ആ ഒരു ലെവലിൽ ആ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് കൺസോളിഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ FIIs നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സെല്ലിംഗ് ആണ്. എന്നാൽ നമ്മൾ ഹിസ്റ്റോറിക്കലി പരിശോധിക്കുമ്പോൾ ജൂലൈ മാസം പൊതുവെ നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്ന കാഴ്ചയാണ് കാണാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കാലഘട്ടങ്ങളിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നല്ല ബൈങ് ആണ് നടത്താറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും അത്തരത്തിലുള്ള ബൈങ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് അത് എക്സ്ട്രീം ഗ്രീഡ് സോണിൽ നിന്നും ഗ്രീഡ് സോണിലേക്ക് മാറിയിട്ടുണ്ട് എന്നല്ലാതെ ഒരിക്കലും ഫിയർ സോണിലേക്ക് പോയിട്ടില്ല. അതേപോലെ ഇന്ത്യ വിക്സ് നമ്മൾ ഇപ്പോഴും കാണുന്നത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള 12.32 എന്ന ലെവലിലാണ്. അത് ഹിസ്റ്റോറിക്കലി ആവറേജ് ആയിട്ടുള്ള വിക്സിന് താഴെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ആ ഒരു വളറ്റിലിറ്റി കൃത്യമായ ഒരു കൺട്രോളിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് ബുള്ളിഷ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ ബ്രോഡ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ 52% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തതായിട്ടാണ് കാണാൻ കഴിയുക. 44% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ആയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ചാർട്ടുകളിൽ നോക്കുമ്പോൾ അതെപ്പോഴും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ മാർക്കറ്റ് ഒരു റെസ്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ സൈഡ് വേസിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കറക്ഷൻ നടന്ന് താഴോട്ടേക്ക് പോവുകയോ ചെയ്യുന്നത് ഒരിക്കലും ഇൻവെസ്റ്റേഴ്സ് അംഗീകരിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇതെപ്പോഴും കുത്തനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നമുക്കറിയാം മാർക്കറ്റ് സൈക്കിൾ, അതിൻ്റെ കറക്ഷൻസ്, അതുപോലെ വാല്യുവേഷനിൽ ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ടൈം കറക്ഷൻ എടുത്തുകൊണ്ടാണ് എപ്പോഴും മാർക്കറ്റ് മുന്നോട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെയാണ് ക്ഷമയുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ വാരൻ ബുഫെ പറഞ്ഞതുപോലെ ക്ഷമയില്ലാത്തവരുടെ കയ്യിൽ നിന്നും പണം ക്ഷമയുള്ളവരുടെ കയ്യിലേക്ക് ഒഴുകുന്ന ഒരു ഡിവൈസാണ് യഥാർത്ഥത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഈ ക്ഷമയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ 21 വർഷത്തെ ഒരു നിഫ്റ്റിയുടെ ഒരു റിക്കവറി നമ്മളൊന്ന് പരിശോധിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ കഴിയും നിഫ്റ്റി അതിൻ്റെ പ്രീവിയസ് ഹൈ ആയിട്ടുള്ള 26,277 എന്നുള്ള ആ ഒരു 52 വീക്ക് ഹൈ, അതിൻ്റെ ആ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നും നിഫ്റ്റി താഴോട്ടേക്ക് വന്നിട്ട് 21,743 വരെ പോയിരുന്നു. അപ്പോൾ ഏകദേശം 17% ഒരു കറക്ഷൻ നിഫ്റ്റിയിൽ നടന്നിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 21 വർഷത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഈ രീതിയിൽ 10% കൂടുതലുള്ള കറക്ഷൻ നിഫ്റ്റിയിൽ 8 പ്രാവശ്യം നടന്നതായിട്ട് കാണാൻ കഴിയും. എന്നാൽ എപ്പോഴൊക്കെ ഈ ഒരു 10% കറക്ഷൻ നടന്നിട്ട് അത് ഒരു ക്വാർട്ടറിൽ കൂടുതൽ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന റിക്കവറി എന്ന് പറയുന്നതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അത് 12 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കാറില്ല. 12 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും റിക്കവറി നടക്കാറുണ്ട്. അപ്പോൾ ആ റിക്കവറി നമ്മൾ ആവറേജ് നോക്കുകയാണെങ്കിൽ അത് 57% കൂടുതൽ റിക്കവറി നടക്കാറുണ്ട്. അപ്പോൾ അത് 2 ഘട്ടങ്ങളിലായിട്ട് നമ്മൾ നോക്കുമ്പോൾ, അതായത് ഈ ഒരു കറക്ഷൻ നടന്നിട്ട് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 32% റിക്കവറി ഉണ്ടാകാറുണ്ട്. പിന്നീട് ഒരു അടുത്ത 6 മാസം കഴിയുമ്പോൾ മൊത്തത്തിൽ 57% റിക്കവറിയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പോസ് ചെയ്തുകൊണ്ടോ അത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. അവിടെ ഓരോ കറക്ഷനും ഉടൻ തന്നെ 6 മാസം കഴിയുമ്പോൾ റിക്കവറി നടക്കുന്നതായിട്ടും 12 മാസം കഴിയുമ്പോൾ അത് 57% ആവറേജ് റിക്കവറി നടക്കുന്നതായിട്ടും കാണാൻ കഴിയും. അപ്പോൾ ഈ 2025 ഈ മാർക്കറ്റ് കറക്ഷൻ ഏകദേശം 17% നമ്മൾ പറഞ്ഞു. അപ്പോൾ നിലവിൽ നമ്മൾ കറണ്ട് 2025 ആ ഒരു കറക്ഷനും റിക്കവറിയും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ 21 വർഷത്തെ ആ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് 8 പ്രാവശ്യം നടന്നിട്ടുള്ള കറക്ഷൻ്റെ അതേ പാറ്റേൺ തന്നെയാണ് പോകുന്നത്. 6 മാസം കൊണ്ട് ഓൾറെഡി അതിൻ്റെ ആവറേജ് റിക്കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് അടുത്ത ഒരു 6 മാസമാണ്. അപ്പോൾ ആ ഒരു 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ 12 മാസത്തിനുള്ളിൽ ഈ റിക്കവറി പൂർണ്ണമായിട്ട് നടന്നുകൊണ്ട് നമ്മൾ ആ പഴയ ഹൈ ബ്രേക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലെന്നാണ് നമുക്ക് ഈ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ മനസ്സിലാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള റിക്കവറി മുമ്പ് ഹിസ്റ്റോറിക്കലായിട്ട് നടന്നിട്ടുള്ളത് ആ സമയങ്ങളിലൊന്നും മാക്രോ എക്കണോമിക് കണ്ടീഷൻ വലിയ തോതിൽ ഇമ്പ്രൂവ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ എക്കണോമി വീക്കായാൽ പോലും ഈ റിക്കവറി നടക്കാറുണ്ട് എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കലി കാണിക്കുന്ന അതിൻ്റെ ചാർട്ടുകൾ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഓട്ടോമാറ്റിക്കലി റിക്കവർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ 26,000 എന്നുള്ള ലെവൽ ഉടൻ തന്നെ ക്രോസ് ചെയ്യുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതിന് മറ്റ് അനുകൂലമായിട്ടുള്ള ഗ്ലോബലായിട്ടുള്ള 2 ഘടകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് ഡോളറിൻ്റെ വീക്ക്നെസ് ആണ്.
ഇപ്പോൾ ഡോളർ അതിൻ്റെ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ഏറ്റവും വീക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. 10% അടുത്താണ് അത് താഴോട്ടേക്ക് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ക്രൂഡ് പ്രൈസും വളരെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇത്രയധികം ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഈ ക്രൂഡ് പ്രൈസ് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ തീർച്ചയായിട്ടും ഒരു റിക്കവറിക്കുള്ള എല്ലാ സാധ്യതകളും നമ്മളെ മാർക്കറ്റിൽ തുറന്നിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ ചാർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ 26,000 അതുപോലെ തന്നെ 26,200 ലെവൽ അത് അടുത്ത 2-3 മാസങ്ങൾക്കുള്ളിൽ തീർച്ചയായിട്ടും എത്തിപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. എന്നാൽ ആ ഒരു ഹൈയിനോട് അടുത്തായിട്ടുള്ള ഒരു കൺസോളിഡേഷൻ ഫേസ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ലെവലുകൾ ഉണ്ടായിരിക്കാം. റിക്കവർ ചെയ്യാൻ കുറച്ച് സമയം എടുത്തെന്ന് വരാം. ഏതായാലും ആ ഒരു റിക്കവറിയുടെ സാധ്യതകളാണ് നമുക്ക് മൊത്തത്തിൽ മാക്രോ എക്കണോമിക് കണ്ടീഷൻസ് ഒക്കെ നോക്കിയാൽ കാണാൻ കഴിയുക. അതുകൂടാതെ ഇനി Q1 ഏർണിംഗ്സ് സീസൺ വരാൻ പോവുകയാണ്. അതൊരു പ്രധാനപ്പെട്ട കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മളെ മാർക്കറ്റിൽ മാറും എന്ന് ആണ് പൊതുവെയുള്ള എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റേഴ്സ് എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തുകയും നല്ല വാല്യുവേഷനിൽ ഒരു മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ അടിസ്ഥാനത്തിൽ കിട്ടുകയാണെങ്കിൽ അത്തരം സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യേണ്ട ആ ഒരു ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി ഫോളോ ചെയ്യേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുമ്പോൾ ജിയോ ഫൈനാൻഷ്യലുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിലെ പ്രത്യേകിച്ച് ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെന്റിലുള്ള കമ്പനികളെയും അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ ഓൾറെഡി ജിയോ ബ്ലാക്ക് റോക്ക് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുമായിട്ടുള്ള ടൈപ്പിന് ശേഷം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ലോഞ്ച് ചെയ്യാനുള്ള ഒരു അപ്രൂവൽ സെബി ഓൾറെഡി ഈ ജിയോ ഫൈനാൻഷ്യൽസ് നൽകിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ റിസ്ക് ഇല്ലാത്ത ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള നിലക്ക് ഡെറ്റ് ഫണ്ടുകളിലേക്ക് ലോ റിസ്ക് ആയിട്ടുള്ള ഇത്തരം ഫണ്ടുകൾ പ്രത്യേകിച്ച് ലിക്വിഡ് ഫണ്ടുകളും അതുപോലെ മണി മാർക്കറ്റ് ഫണ്ടുകളും അടങ്ങിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിന്റെ 3 സ്കീമുകൾ അവർ ഓൾറെഡി മാർക്കറ്റിൽ ഇറക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ സെബി ഈ ജിയോ ബ്ലാക്ക് റോക്കിന് രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യാനുള്ള അപ്രൂവൽ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് ബ്ലാക്ക് റോക്ക് ബ്രോക്കിംഗ് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. സ്റ്റോക്ക് ബ്രോക്കിംഗ് ക്ലിയറിംഗ് ലൈസൻസ് സെബിയിൽ നിന്നും ഓൾറെഡി നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി അസറ്റ് മാനേജ്മെന്റ് സെക്ടറുകളിൽ മൊത്തത്തിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള എല്ലാ ക്ലിയറൻസുകളും ലൈസൻസുകളും നേടിക്കൊണ്ട് ജിയോ ബ്ലാക്ക് റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രോക്കിംഗ് ലൈസൻസും അഡ്വൈസറി ലൈസൻസും അസറ്റ് മാനേജ്മെന്റ് ലൈസൻസും ഒക്കെ ഒന്നിച്ച് നേടിക്കൊണ്ട് അപൂർവം കമ്പനികൾക്ക് മാത്രമേ ഇത്ര വേഗത്തിൽ മാർക്കറ്റിൽ ഇറങ്ങാൻ കഴിയാറുള്ളൂ. ഇത് കൂടാതെയാണ് ഈ അടുത്ത കാലത്ത് തന്നെ ജിയോ ഫൈനാൻഷ്യൽ അവരുടെ ജിയോ പേയ്മെന്റ്സ് ബാങ്കിന്റെ ഫുൾ ഓണർഷിപ്പ് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി ഈ ജിയോ ബ്ലാക്ക് റോക്കിന് പേയ്മെന്റ് ബാങ്കിങ്ങും ഇൻവെസ്റ്റ്മെന്റും എല്ലാം ഒരു റൂഫിന് കീഴെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നൽകാൻ സാധിക്കും. അപ്പോൾ അത് പല ബ്രോക്കേഴ്സിനും ഇപ്പോൾ നൽകാൻ കഴിയാത്തൊരു കാര്യമാണ്. നമുക്കറിയാം ഈ ജിയോ പേയ്മെന്റ്സ് ബാങ്ക് ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് മാറുന്ന കാലവും വിദൂരമല്ല. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിന്റെ അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെന്റിന്റെ ഈ ഒരു മേഖല പൂർണ്ണമായിട്ടും ഈ ജിയോ ബ്ലാക്ക് റോക്ക് കൈയടക്കുന്ന കാലം വിദൂരമല്ല നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സെറോദയുടെ ഫൗണ്ടറായിട്ടുള്ള നിതിൻ കാമത്ത് അദ്ദേഹം ഒരു കമന്റ് പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് സെറോദ പോലെയുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന് ഇത് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ആവുകയില്ല. കാരണം ഇന്ത്യയിലുള്ള ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ അത് 10 കോടി എന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ 10 കോടി ആ ടോപ്പ് ഇന്ത്യൻസിൻ്റെ ആ ഒരു മാർക്കറ്റിലാണ് ഇപ്പോൾ നിലവിൽ ബ്രോക്കേഴ്സൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജിയോ ബ്ലാക്ക് റോക്ക് വരുമ്പോൾ അവർ ഈ 10 കോടിക്ക് മുകളിലുള്ള വലിയൊരു മാർക്കറ്റ് അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ആ ഒരു മേഖലയിലായിരിക്കും അവരുടെ കൂടുതൽ കോൺസെൻട്രേഷൻ വരാൻ സാധ്യത എന്നാണ്. അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും മറ്റ് ബ്രോക്കേഴ്സിന് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാവില്ല എന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മറ്റൊരു പോയിന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ടെലികോം മേഖലയിൽ നമുക്കറിയാം ജിയോ എൻട്രി ചെയ്തതിന് ശേഷം വോഡഫോൺ ഐഡിയയും എയർടെലും അതുപോലുള്ള മറ്റ് ടെലികോം കമ്പനികളുടെയൊക്കെ ബിസിനസ്സിനെ ഡിസ്ട്രപ്റ്റ് ചെയ്ത ഒരു ബിസിനസ് ആയിരുന്നു ജിയോയുടെ ആ ഒരു മാസ് എൻട്രി. എന്നാൽ ആ രീതിയിലുള്ള ഒരു ഓളം സൃഷ്ടിക്കാൻ ഈ ഒരു മേഖലയിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണെന്നാണ് പല വിദഗ്ധരും പറയുന്നത്. ഒന്നാമത്തെ കാരണം ഈ ബ്രോക്കർ ബിസിനസ് എന്ന് പറയുന്നത് ടെലികോം ബിസിനസ് പോലെയല്ല, അതൊരു അസറ്റ് ലൈറ്റ് മോഡലാണ്. വലിയ തോതിൽ കടമെടുത്തോട് ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിലവിലുള്ള നല്ല സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസിന് അവരുടെ സർവീസ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനും കൂടുതൽ പാർട്ടിസിപ്പൻസിനെ ആകർഷിക്കുവാനും ഒക്കെ ഈസി ആയിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. അവിടെ തീർച്ചയായിട്ടും കൂടുതൽ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ജിയോ ബ്ലാക്ക് റോക്കിന് മാത്രം കുത്തകയായിട്ട് നിൽക്കാനുള്ള സാധ്യത ഇല്ലെന്നുമാണ് പലരുടെ അഭിപ്രായം. അപ്പോൾ ഈ ജിയോ ബ്ലാക്ക് റോക്ക് ഇപ്പോൾ നടത്തുന്നത് പോലെയുള്ള ഒരു ബിസിനസ് മോഡലായിരുന്നു പേടിഎം വിഭാവനം ചെയ്തത്. എന്നാൽ പേടിഎം ആ മേഖലയിൽ വലിയ തോതിൽ അതിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് നമുക്ക് നിലവിലുള്ള പേടിഎമ്മിൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു മേഖലയിൽ മൊബിക്വിക്ക് അതുപോലെ ഫോൺ പേ അങ്ങനെ തുടങ്ങി പല
ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഈ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഗ്രോയും സെറോദോയും ഒക്കെ അവരുടേതായ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും അതുപോലെ ETF-കളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ വൈഡ് ആയിട്ടുള്ള മാർക്കറ്റിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശക്തമായ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഫീൽഡായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുക. എത്രമാത്രം ജിയോ ഫിനാൻഷ്യൽസിന് ഈ മേഖലയിൽ പഠിച്ചെടുക്കാൻ പറ്റുമോ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ ഇന്ന് നമുക്ക് കാണുന്ന മറ്റൊരു വാർത്ത, 2 സ്റ്റോക്കുകളിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയ ബ്ലോക്ക് ഡീലാണ്. അപ്പോൾ ഇവിടെ ആ ഒരു ഫോറിൻ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് BNP പാരിബാസ് ആണ്. BNP പാരിബാസ് എന്ന് പറയുന്നത് യൂറോപ്യൻ ബാങ്കാണ്. ഇവർ വൈഡ് റേഞ്ച് ഓഫ് ഫൈനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെന്റുള്ള കമ്പനിയാണ്. അപ്പോൾ BNP എന്ന് പറയുന്ന ഫ്രഞ്ച് റീറ്റെയിൽ ബാങ്കും അതുപോലെ പാരിബാസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും മേർജ് ചെയ്തിട്ടാണ് BNP പാരിബാസ് ഉണ്ടായത്. അപ്പോൾ 64 രാജ്യങ്ങളിൽ ഓപ്പറേഷൻ നടത്തുന്ന ഈ കമ്പനി യൂറോപ്പിലും അമേരിക്കയിലും ഏഷ്യ പസഫിക് റീജിയനിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബാങ്കാണ്. അപ്പോൾ ഇവരാണിപ്പോൾ ഈ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ ഒരു ബ്ലോക്ക് ഡീൽ നടത്തിയതായിട്ട് കാണാം. അവർ 24.75 ലക്ഷം ഷെയറുകളാണ് മഹാരാഷ്ട്ര ബാങ്കിൻ്റേത് ഇവർ വാങ്ങിയിട്ടുള്ളത്. അത് ഏകദേശം 56.66 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് അവർ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ മൊറീഷ്യ ബേസ്ഡ് ആയിട്ടുള്ള സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ മാർക്കറ്റ്സ് ആണ് ഈ ഷെയറുകൾ ഇവർക്ക് വിറ്റിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ ഏകദേശം 14 കോടിയുടെ ഒരു ട്രാൻസാക്ഷൻ ആണെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ പ്രൈസ് ഏകദേശം 0.38% അപ്സൈഡ് പോയതായിട്ട് കാണാം. അപ്പോൾ 57 എന്ന ലെവലിലാണ് ഇപ്പോൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ട്രേഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് BNP പാരിബാസ് ബ്ലോക്ക് ഡീൽ നടത്തിയിട്ടുള്ളത് സ്വിഗ്ഗി എന്ന് പറയുന്ന ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമിലാണ്. അവിടെ ഇവർ ആ ഷെയറുകൾ വാങ്ങിയിട്ടുള്ളത് 351 എന്നുള്ള പ്രൈസിലാണ്. ഇപ്പോൾ 3.2 ലക്ഷം ഷെയറുകളാണ് ഈ രീതിയിൽ വാങ്ങിയിട്ടുള്ളത്. അവിടെയും മൊറീഷ്യസ് ബേസ്ഡ് ആയിട്ടുള്ള സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ മാർക്കറ്റാണ് ഈ സ്റ്റോക്കുകൾ ഇവർക്ക് വിറ്റിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ ഏകദേശം 12.2 കോടിയുടെ ഒരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സ്വിഗ്ഗി ട്രേഡ് ചെയ്യുന്നത് 383 എന്ന പ്രൈസ് റേഞ്ചിലാണ്. അത് തീർച്ചയായിട്ടും ഇവർ നടത്തിയ ഡീലായിട്ടുള്ള 351 എന്ന പ്രൈസിനേക്കാൾ മുകളിലാണ് ഇപ്പോഴും സ്വിഗ്ഗി ട്രേഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.